റമദാനിൽ പിശാചിനെ ബന്ധസ്ഥനാക്കും എന്നതിൻ്റെ പൊരുൾ എന്താണ് എന്നാണ് ശ്രോതാവിൻ്റെ സംശയം. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് മാത്രം നമ്മൾ വിശ്വസിക്കാനേ പറ്റൂ. അത് നമ്മളുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരു നോക്ക് കാണാൻ ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച ആണ് പലർക്കും സാധിക്കാറുള്ളത്. അവിടെ നിന്ന് മാറി എല്ലാ ദിവസവും വിശുദ്ധ ഖുർആൻ ഒരു ജിസോ രണ്ട് ജിസോ അതിൽ കൂടുതലൊക്കെ ഓതുന്ന അവസ്ഥയിലേക്ക് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും എത്തിയതിന്റെ ഒരു രൂപം യഥാർത്ഥത്തിൽ സൽക്കർമ്മങ്ങളോടുള്ള ഒരു ആഭിമുഖ്യവും തിന്മകളിൽ നിന്നുള്ള ഒരു അകൽച്ചയും നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. അതിന്റെ പ്രധാനമായ ഒരു കാരണം ഏറ്റവും കൂടുതൽ മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പിശാചുക്കളിലെ ഒരു വിഭാഗം ആളുകൾ മറദത്തു ഷയാത്തീൻ എന്ന് ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ശക്തമായി മനുഷ്യനെ സ്വാധീനിക്കുകയും അവരെ തിന്മകൾക്ക് വേണ്ടി പ്രേരിപ്പിക്കുകയും നന്മയിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന ഒരു വിഭാഗം, ആ വിഭാഗം ചങ്ങലക്കിടപ്പെടുന്നു എന്ന് തന്നെയാണ് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നത്. അതിന് ഇന്ന ഉദ്ദേശമായിരിക്കും അതിൻ്റെത് എന്ന് നമുക്ക് പറയാൻ ഒരു മാർഗവുമില്ല. കാരണം ഇതൊക്കെ വഹിയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ. ഷൈത്താന്റെ ലോകം എന്ന് പറയുന്നത് നമുക്കറിയാത്ത, ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയാത്ത, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയിലൂടെ മാത്രം കിട്ടുന്ന ചില കാര്യങ്ങൾ അത് നമുക്ക് അറിയിച്ചു തന്നത്. അത് അങ്ങനെ തന്നെ യഥാർത്ഥ പിശാചുക്കളെ ശരിക്കും ചങ്ങലക്കിടുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ പിശാചുക്കളെ ചങ്ങലക്കിടുമ്പോൾ അവർക്ക് പറ്റിയ രൂപത്തിലുള്ള ചങ്ങലക്കടലും അവർക്ക് പറ്റിയ അവരെ ചങ്ങലക്കിടാൻ പറ്റിയ രൂപത്തിലുമായിരിക്കും അത് ചെയ്യുന്നത്. ആരാണത് ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല. വസുഫിദത്ത് ഷയാഫീൻ എന്നാണ്, വസുഫിദത്ത് മറദത്തു ഷയാഫീൻ, അവർ ചങ്ങലക്കിടപ്പെടും എന്നാണ് പറഞ്ഞത്. ആരാണ് അവർ ചങ്ങലക്കിടുന്നത് എന്ന് ഹദീസുകളിൽ വ്യക്തമല്ല. അത് മലക്കുകളിൽ പെട്ടവരാണോ, അതല്ല ജിന്നുകളിൽപ്പെട്ട നല്ലവരാണോ, അതല്ല മറ്റെന്തെങ്കിലും ചില സംവിധാനങ്ങളിലൂടെ അള്ളാഹു ചെയ്യുന്നതാണോ, ഇതൊന്നും നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് കയറാൻ പറ്റാത്ത മേഖലകളായതുകൊണ്ട് അവിടേക്ക് നമ്മുടെ ബുദ്ധികൾ ചലിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പല ആളുകളും ദജ്ജാലിനെ സംബന്ധിച്ച് പറയുമ്പോൾ, അതേപോലെ തന്നെ മഹദിയെ സംബന്ധിച്ച് പറയുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ ദജ്ജാൽ ഉണ്ട്, അത് ദജ്ജാൽ എന്ന് പറയുന്നത് അതൊരു പ്രത്യേക മനുഷ്യനൊന്നുമല്ല, പിന്നെ അത് ഒരു തിന്മയുടെ സിമ്പലാണ് എന്ന് പറയും. മഹദി എന്ന് പറഞ്ഞാൽ അത് നന്മയുടെ ഒരു സിമ്പലാണ്, അതൊരു പ്രത്യേക ആളൊന്നുമല്ല. ഇങ്ങനെയൊക്കെ ചില വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനിക്കുന്നത് അതൊരിക്കലും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വഴിയല്ല. അത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വഴി വിട്ടുകൊണ്ട് പോയ ആളുകളുടെ മാർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പിശാചുക്കളെ ചങ്ങലക്കിടും എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്, ചങ്ങലക്കിടുക തന്നെയാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മറദത്തു ഷയാത്തീനെ ചങ്ങല കിട്ടു എന്നതുകൊണ്ട് ബാക്കി പിശാചുക്കളെ ഒന്നും ബന്ധിപ്പിക്കുകയോ അവർക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്നില്ല. മറ്റു പിശാചുക്കൾ വേറെയും ഉണ്ടാകും. മാത്രമല്ല, മനുഷ്യൻ തിന്മയിലേക്ക് വരുന്നതും നന്മകളിൽ നിന്ന് പിന്തിരിയുന്നതും വെറും പിശാചുക്കൾ കാരണത്താൽ മാത്രമല്ല. മനുഷ്യന്റെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സും നന്മയിൽ നിന്ന് പിടിച്ചു വലിക്കുന്ന മനസ്സും അവന്റെ ഉള്ളിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ഉള്ളിലുള്ള ഈ ഒരു മനസ്സ് തന്നെ പലപ്പോഴും മനുഷ്യന് ശത്രുവായി വരുന്നുണ്ട്. രണ്ടാമത്തെ ഒന്ന്, മനുഷ്യൻ ജീവിക്കുന്ന ചുറ്റുപാടുകളാണ്. മനുഷ്യൻ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, കുടുംബവും അതേപോലെ തന്നെ കൂട്ടുകാരും ജീവിക്കുന്ന സാഹചര്യങ്ങളും എല്ലാം തിന്മകൾക്ക് പ്രേരകമാവുകയും നന്മകളിൽ നിന്ന് വിമുഖതയുണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ തെറ്റുകൾ വരും. പിശാചുക്കളെ ബന്ധനസ്ഥനാക്കിയിട്ടും ഞാൻ എന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നു, എനിക്കെന്തുകൊണ്ട് തെറ്റ് ചെയ്യാൻ കഴിയുന്നു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാ പിശാചുക്കളെയും ബന്ധനസ്ഥരാക്കിയിട്ടില്ല. അതിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു വിഭാഗത്തെ ബന്ധനസ്ഥരാക്കിയിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ തിന്മകൾ ചെയ്യുന്നുണ്ട്, നന്മകളിൽ നിന്ന് വിമുഖത കാണിക്കുന്നുണ്ട് എങ്കിൽ വളരെ ദുർബലന്മാരായ പിശാചുക്കൾക്ക് വരെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും സ്വാധീനിക്കാൻ കഴിയുന്നു, നമ്മളെ തിന്മയിലേക്ക് നയിക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈമാൻ അത്രയും കുറവാണ് എന്ന് കൂടി നമ്മൾ
മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ പുറമെയാണ് തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന നമ്മുടെ മനസ്സ്, തിന്മക്ക് സാഹചര്യമൊരുക്കുന്ന നമ്മുടെ ചുറ്റുപാടുകൾ, ഇവയെല്ലാം കൂടി തിന്മകളിലേക്കുള്ള ഒരു വഴി, നന്മയിൽ നിന്നുള്ള ഒരു പിന്തിരിയൽ തുടങ്ങിയവ ഉണ്ടാക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ പിശാചുക്കളെ ബന്ധനസ്ഥരാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നതാണ് വിശ്വാസികൾക്ക് ഏറ്റവും നന്നായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അഅലം.